ഹസ്ബൻഡുമാർക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ? ഒരു പ്രത്യേകിച്ച് ഈ ട്രിപ്പൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരെ അറിയും. ഇവരത് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ നെഗറ്റീവായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു കാര്യം, കല്യാണം കഴിഞ്ഞാൽ പെട്ട്. കാരണം മെയിനായിട്ട് അവർക്ക് പുറത്തിറങ്ങണം എന്നില്ല ഒരു ആഗ്രഹമുള്ള ആൾക്കാരെ കാരണം. ഈ വന്ന് കയറുന്ന പെണ്ണ് അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് ഒരു ക്യാരക്ടർ എങ്ങനെ വെച്ചാൽ ഓരെപ്പോഴും കൂടെ ഉണ്ടാവും. നമ്മൾ കൂടെ ഒരു നിന്നാലേ അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവുള്ളൂ. ആ ടൈപ്പ് ചിന്താഗതിയാണ് നമുക്കുള്ളത്. അതേപോലെ ഇവർ ട്രിപ്പ് പോകാൻ ഒരുങ്ങുന്ന സമയത്തൊക്കെ ഫസ്റ്റൊക്കെ നമ്മൾ സമ്മതിച്ചിട്ടുണ്ടാവും. നമ്മൾ ഭയങ്കര ഇതിൽ സമ്മതിച്ചിട്ട് ഞങ്ങൾ പോയിക്കോളി കാര്യങ്ങളൊക്കെ പറയും. പിന്നെ കുറച്ചൊരു പോയി ഓലിങ്ങനെ എൻജോയ് ചെയ്യാണെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകും. ഓരോ ഫോട്ടോ കാണുക അല്ലെങ്കിൽ ഓരോ വോയിസിലൊക്കെ ഭയങ്കര ടോണ് മാറ്റം കാണുക. ഒരു ഹാപ്പിയാണെന്ന് നമ്മൾ അറിഞ്ഞു അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യും. ഇമോഷണലി ഡൗൺ ആക്കുകയാണെങ്കിൽ നമ്മൾ നോക്കിയിട്ടുണ്ടാവും. പക്ഷെ സത്യത്തിൽ ഇവിടെ സ്ത്രീകൾ കരുതേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ഡൗൺ ആക്കിയെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അവരോട് സംസാരിച്ച് അവർ പോകണീനൊക്കെ എതിർത്ത് നിന്നിട്ടോ ഒരു കാര്യമില്ല. അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാകാൻ പോകണില്ല. അത് നമ്മളെ തെറ്റായ ചിന്താഗതിയാണ്. അവിടെ നമ്മൾ മാറ്റിയെടുക്കേണ്ടത് അവർക്കേതായിട്ടുള്ള ഫ്രീഡം കൊടുക്കാം. അവർ ഫ്രണ്ട്സിൻ്റെ മുന്നിലൊക്കെ അവർ ചിരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി അവരെന്ത് ചെയ്യണില്ല, ആ ഒരു മൊമെൻറ്റിന് ഒരു ഹാപ്പിയാണ്. കാരണം നമ്മളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല ഒരിക്കലും ഒരു ട്രിപ്പ് പോകണതോ ഒരു ഹാപ്പി ആവാൻ നോക്കണതോ ഒന്നും. അത് നമ്മൾ തിരിച്ചറിയണമെന്നുള്ളതാണ്.